ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ. ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഖബറിലെ ആദ്യ രാത്രിയെക്കുറിച്ചാണ്. നാളത്തെ ജീവിതം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. വിശ്വാസിയായിട്ടുള്ള നാം എല്ലാവരും നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കണം, ഖബറിലെ ആദ്യ രാത്രി എങ്ങനെയായിരിക്കും എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബർ പടച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. അവരുടെ ഖബർ വെളിച്ചം ആക്കി കൊടുക്കട്ടെ പടച്ച റബ്ബ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കും അവർക്കും നാളെ മുത്തുനബിയോടൊപ്പം സ്വർഗം നൽകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാം പടച്ച റബ്ബ് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഖബറിലെ ആദ്യ രാത്രി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഖബറിലെ ആദ്യ രാത്രി ഉദരവും ലിംഗ പരിസരവും വീർക്കാൻ തുടങ്ങും. ശരീരം പച്ച നിറമാകും. ആദ്യ രാത്രി തന്നെ ഉദരവും ലിംഗ പരിസരവും വീർക്കാൻ തുടങ്ങി ശരീരം പച്ച നിറമാകും. രണ്ടാം ദിനം എന്താണ് സംഭവിക്കുന്നത്? ആന്തരാവയവങ്ങൾ നശിക്കാൻ തുടങ്ങും. നമ്മുടെ രണ്ടാം ദിവസം ആന്തരാവയവങ്ങൾ നശിക്കാൻ തുടങ്ങും. മൂന്നാം ദിനം ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. നാം എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ മിനുസപ്പെടുത്തി പാകപ്പെടുത്തി കൊണ്ട് നടക്കുന്ന നമ്മുടെ ശരീരം ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. ആലോചിക്കണം അല്ലേ? അപ്പോൾ നാളത്തെ പരലോക ജീവിതം മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം ദുനിയാവിൽ നിന്ന് തന്നെ അവിടത്തേക്ക് സമ്പാദിക്കാൻ നോക്കുക. നിസ്കരിക്കുക, സമയത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. മൂന്നാം ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാലോ നാവ്, കണ്ണ്, കവിളുകൾ ഇവയെല്ലാം ദ്രവിക്കാൻ തുടങ്ങും. ഒരാഴ്ച കഴിഞ്ഞാൽ നാവ്, കണ്ണ്, കവിളുകൾ ഇവയെല്ലാം ദ്രവിക്കാൻ തുടങ്ങും. നാം ജീവിച്ചിരിക്കുമ്പോൾ ഈ നാവ് കൊണ്ടും കണ്ണുകൊണ്ടുമൊക്കെ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഹറാമിലേക്ക് പോകുമ്പോൾ പിശാചിന്റെ ഇടപെടലിൽ നിന്നും എല്ലാം പടച്ച റബ്ബ് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുപോലെ 10-ാം ദിവസം ഇനി എന്താണ് സംഭവിക്കുന്നത്? ആന്തരാവയവങ്ങൾ ദ്രവിക്കാൻ തുടങ്ങുകയാണ്. നാം എല്ലാവരും ശ്രദ്ധിച്ച് പരിപാലിച്ചു കൊണ്ട് നടന്ന നമ്മുടെ ആന്തരാവയവങ്ങളൊക്കെ ദ്രവിച്ചു പോവുകയാണ് 10-ാമത്തെ ദിവസം. 15-ാം ദിനം മുടികൾ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങുകയാണ്. 15 ദിവസത്തിന് ശേഷം പ്രാണികൾ വരും. കിലോമീറ്ററുകൾ ദൂരം ദുർഗന്ധമടിക്കും. പുഴുക്കൾ ഉടലെടുക്കും. ശരീരം പൂർണ്ണമായി അവർ ഭക്ഷിക്കും. അതായത് 15 ദിവസത്തിന് ശേഷം നമ്മുടെ അടുത്തേക്ക് പ്രാണികളൊക്കെ വന്ന് കിലോമീറ്ററുകളോളം ദൂരം ദുർഗന്ധം അടിക്കുന്ന രൂപത്തിലായി പുഴുക്കളൊക്കെ ഉടലെടുക്കും. നമ്മുടെ ശരീരം പൂർണ്ണമായും അവർ ഭക്ഷിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. 6 മാസം കഴിഞ്ഞാൽ എല്ലുകൾ മാത്രമേ ആ ഖബറിൽ ഉണ്ടാവുകയുള്ളൂ. 25 വർഷങ്ങൾക്ക് ശേഷം എല്ലുകൾ പൊടികളായി മാറും. ചെറിയ എല്ലിൻ കഷ്ണം ബാക്കിയാകും. അതിൽ നിന്നായിരിക്കും പുനർജീവനം ഉണ്ടാവുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതാണ് നാം മിനുക്കി പരിപോഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ശരീരത്തിൻ്റെ നമ്മുടെ അവസ്ഥ. ഖബർ നമ്മെ കാത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയും, ഞാൻ ഏകാന്തതയുടെ വീടാണ്. കൂട്ടുകാരനെ കിട്ടാൻ ഖുർആൻ ഓതിക്കോളൂ. ഞാൻ ഇരുട്ടറയാണ്. വെളിച്ചം കിട്ടാൻ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. ഞാൻ മണ്ണിനാലുള്ള വീടാണ്. വിരിപ്പ് കിട്ടാൻ നല്ല കാര്യങ്ങൾ ചെയ്തോളൂ. ഞാൻ പാമ്പുകളുടെ വീടാണ്. അതിനെ തടയാൻ ബിസ്മില്ല പതിവാക്കിക്കോളൂ. ഞാൻ മുൻകർ നക്കീറിൻ്റെ വീടാണ്. രക്ഷപ്പെടാൻ 2 ഷഹാദത്ത് കലിമ പതിവാക്കിക്കോളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അറിയില്ല നാം എപ്പോഴാണ് മരിക്കുന്നതെന്ന്. നല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നാളെ മുത്തുനബിയോടൊപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബ് നമ്മുടെ സൽക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.